Hello and welcome to the code B. സ്ട്രിംഗ് എന്ന ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷനെയാണ് സ്ട്രിംഗ് എന്ന് വിളിക്കുന്നത്. സ്ട്രിംഗ് വാല്യൂ നമുക്ക് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലോ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലോ എഴുതാം. ഫോർ എക്സാമ്പിൾ, സ്ട്രിംഗ് 1 ഈക്വൽ ടു ഹലോ. സ്ട്രിംഗ് 2 ഈക്വൽ ടു there. ഇവിടെ സ്ട്രിംഗ് ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് സിംഗിൾ കോട്ട്സിൻ്റെ അകത്തും എഴുതാം. ഇനി സ്ട്രിംഗ് കൺകാറ്റിനേഷൻ എന്തെന്ന് നോക്കാം. തിങ് ഈക്വൽ ടു സ്ട്രിംഗ് 1 പ്ലസ് സ്ട്രിംഗ് 2 പ്രിൻറ്റ് തിങ്. കോഡ് റൺ ചെയ്ത് നോക്കാം. ഹലോ ദർ എന്ന ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. സ്ട്രിങ്ങിന് പ്ലസ് എന്നാൽ കൺകാറ്റിനേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. കൺകാറ്റിനേറ്റ് എന്നാൽ രണ്ട് സ്ട്രിങ്സ് കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. ഇവിടെ സ്ട്രിംഗ് 1 പ്ലസ് സ്ട്രിംഗ് 2 എന്നാൽ ഹലോ പ്ലസ് ദർ എന്നാണ്. ഇവിടെ പ്ലസ് കൺകാറ്റിനേറ്റ് ആയതുകൊണ്ട് ഹലോയും ദറും കൂട്ടിച്ചേർക്കപ്പെടുന്നു. എന്നിട്ട് തിങ് എന്ന വേരിയബിളിൽ സ്റ്റോർ ആവുന്നു. പ്രിൻറ്റ് തിങ് എന്ന് കൊടുത്താൽ ഹലോ ദർ പ്രിൻ്റ് ആയി വരുന്നു. ഒരു സ്ട്രിങ്ങിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് സ്ട്രിംഗ് തന്നെയാണ്. ഉദാഹരണത്തിന് സ്ട്രിംഗ് 3 ഈക്വൽ ടു 1 2 3. സ്ട്രിംഗ് 3 ഈക്വൽ ടു സ്ട്രിംഗ് 3 പ്ലസ് 1. പ്രിൻറ്റ് സ്ട്രിംഗ് 3. ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എറർ ലഭിച്ചിട്ടുണ്ട്. എറർ എന്തെന്നാൽ ക്യാൻ ഓൺലി കൺകാറ്റിനേറ്റ് സ്ട്രിംഗ് ടു സ്ട്രിംഗ്. സ്ട്രിങ്ങിനെ സ്ട്രിങ്ങുമായി മാത്രമേ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രിങ്ങിനെ 1 എന്ന നമ്പറുമായി കൺകാറ്റിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനാൽ എറർ ലഭിച്ചിട്ടുണ്ട്. സ്ട്രിങ്ങിനുള്ള നമ്പർ ഡാറ്റ ടൈപ്പായി കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഉദാഹരണത്തിനായി നം ഈക്വൽ ടു int of string 3 plus 1 print now. ഇവിടെ string 1 2 3 എന്ന വാല്യൂ in ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ശേഷം 1 ആഡ് ചെയ്തിട്ട് നം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നം പ്രിൻറ്റ് ചെയ്യുന്നു. കോഡ് റൺ ചെയ്ത് നോക്കാം. $124 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ 123 എന്ന സ്ട്രിംഗ് നമ്പറായി കൺവേർട്ട് ചെയ്തപ്പോൾ 123 എന്ന നമ്പർ ലഭിച്ചു. അതിനുശേഷം ആ നമ്പറിനോട് 1 ആഡ് ചെയ്യുന്നു. എന്നിട്ട് നം എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ നം എന്ന വേരിയബിളാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ 124 ലഭിക്കുന്നു. യൂസർ ഇൻപുട്ട് എപ്പോഴും സ്ട്രിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിനായി x equal to input of enter a number. X equal to x plus 1. Print x. ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ 1 2 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് എറർ ലഭിച്ചിട്ടുണ്ട്. ക്യാൻ ഓൺലി കൺകാറ്റിനേറ്റ് സ്ട്രിംഗ് ടു സ്ട്രിംഗ്. ഇവിടെ യൂസർ ഇൻപുട്ട് എന്ത് വാല്യൂ തന്നെ ആയാലും അത് സ്ട്രിംഗ് ആയിട്ടാണ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എക്സ് ഇക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസറിനോട് ഒരു വാല്യൂ ചോദിക്കുന്നു. ആ വാല്യൂ സ്ട്രിംഗ് വാല്യൂ ആയിട്ടാണ് ടെക്സ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നത്. മുമ്പേ കണ്ട ഉദാഹരണത്തിലേതുപോലെ സ്ട്രിങ്ങിനോട് നമ്മൾ നമ്പർ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എക്സ് ഇക്വൽ ടു എക്സ് പ്ലസ് 1. ഇവിടെ എക്സ് സ്ട്രിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് എറർ ലഭിക്കുന്നു. ഇത് കറക്റ്റ് ചെയ്യാനായി എക്സ് ഇക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ എന്ന് കൊടുത്താൽ മതി. ഇതിൻ്റെ അർത്ഥം
ഇവിടെ യൂസറിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ട് സ്ട്രിംഗ് ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്തതിന് ശേഷം എക്സിൽ സ്റ്റോർ ചെയ്യുക എന്നാണ്. അതിനുശേഷം എക്സിലുള്ള വേരിയബിളിനോട് 1 ആഡ് ചെയ്ത് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എക്സ് പ്രിൻറ്റ് ചെയ്യുന്നു. നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. 123 എന്ന ഇൻപുട്ട് കൊടുത്തപ്പോൾ 124 എന്ന ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം 123 എന്ന ഇൻപുട്ട് സ്ട്രിംഗ് ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്പറായി കൺവേർട്ട് ചെയ്യുന്നു. ശേഷം അതിനോട് 1 ആഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 124 എന്ന് ലഭിക്കുന്നു. സ്ട്രിംഗ് ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സ്ട്രിംഗ് ഫ്ലവർ എന്ന എക്സാമ്പിൾ നോക്കുക. FLOWER എന്നിവ 6 ക്യാരക്ടേഴ്സാണ്. അവയ്ക്ക് ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് തുടങ്ങുന്നത് 0ൽ നിന്നാണ്. അതുകൊണ്ട് Fൻ്റെ ഇൻഡെക്സ് 0 ആണ്. Lൻ്റെ ഇൻഡെക്സ് 1 ആണ്. Oൻ്റെ ഇൻഡെക്സ് 2 ആണ്. Wൻ്റെയും Eൻ്റെയും ഇൻഡെക്സ് 3, 4 എന്നിവയാണ്. Rൻ്റെ ഇൻഡെക്സ് 5 ആണ്. ഇൻഡെക്സ് വാല്യൂ ഒരു നമ്പർ ആണ്. ഒരു ഇൻഡെക്സിലെ ക്യാരക്ടർ ലഭിക്കാൻ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, തിങ് ഈക്വൽ ടു ഫ്ലവർ, ലെറ്റർ ഈക്വൽ ടു തിങ് ഓഫ് 5. ശ്രദ്ധിക്കുക, ഇവിടെ തിങ് ഓഫ് 5ൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. തിങ് ഓഫ് 5ൻ്റെ അർത്ഥം 5 എന്ന ഇൻഡെക്സിലെ ക്യാരക്ടർ എന്നാണ്. ഇവിടെ 5th ഇൻഡെക്സിലെ ക്യാരക്ടറായ R ലെറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് ലെറ്റർ ഔട്ട്പുട്ട് ചെയ്യാനായി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ലെറ്റർ. കോഡ് റൺ ചെയ്യാം. R എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന് കാരണം Rൻ്റെ ഇൻഡെക്സ് 5 ആണ്. തിങ് ഓഫ് 5 എന്നാൽ 5th ഇൻഡെക്സിലെ ക്യാരക്ടർ അഥവാ R. അത് ലെറ്റർ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് ലെറ്റർ പ്രിൻറ്റ് ചെയ്താൽ R എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. തിങ് ഈക്വൽ ടു ഫ്ലവർ, X ഈക്വൽ ടു 4, Y ഈക്വൽ ടു തിങ് ഓഫ് X minus 2, print Y. ശ്രദ്ധിക്കുക, ഇവിടെ തിങ് ഓഫ് X minus 2 സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതിയിട്ടുള്ളത്. തിങ് ഓഫ് X minus 2 എന്നാൽ X minus 2 ഇൻഡെക്സിലെ ക്യാരക്ടർ. കോഡ് റൺ ചെയ്ത് നോക്കാം. O എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം X minus 2 എന്നാൽ 4 minus 2, അതായത് 2. സെക്കൻഡ് ഇൻഡെക്സിലെ ക്യാരക്ടറാണ് തിങ് ഓഫ് X minus 2 നമുക്ക് തരുന്നത്. അത് O ആണ്. O Yയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് O എന്ന് ഔട്ട്പുട്ട് ലഭിക്കുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡെക്സ് വാല്യൂ റേഞ്ചിന് പുറത്ത് പോകാൻ പാടില്ല. ഇവിടെ 0 മുതൽ 5 വരെയാണ് റേഞ്ച്. അതിന് പുറത്തുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ നമ്മൾ കോഡിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എറർ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിനായി Y ഈക്വൽ ടു തിങ് ഓഫ് 100, X ഈക്വൽ 4 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കോഡ് റൺ ചെയ്ത് നോക്കാം. സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് കാണാം. ഇവിടെ Yയിൽ 100th ഇൻഡെക്സ് ഉള്ള ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, ഫ്ലവർ എന്ന സ്ട്രിങ്ങിൽ 100th ക്യാരക്ടർ ഇല്ല, 5th ക്യാരക്ടർ വരെ ഉള്ളൂ. അതുകൊണ്ടാണ് എറർ ലഭിച്ചിട്ടുള്ളത്. ഓരോ സ്ട്രിങ്ങിനും ഒരു ലെങ്ത് ഉണ്ടായിരിക്കും. ആ ലെങ്ത് കണ്ടെത്തുന്നതിനായി len എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഉദാഹരണത്തിനായി തിങ് ഈക്വൽ ടു ഫ്ലവർ, പ്രിൻറ്റ് len ഓഫ് തിങ്. ഇവിടെ len എന്ന ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റായി തിങ് അഥവാ ഫ്ലവർ എന്ന സ്ട്രിംഗ് പാസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. കോഡ് റൺ ചെയ്യാം.
ഇവിടെ 6 എന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രിൻറ്റ് ലെൻ ഓഫ് തിങ് 6 എന്ന് തരുന്നു. അതിനർത്ഥം തിങ് എന്ന വാരിയബിളിലെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 6 ആണെന്നാണ്. ഇവിടെ 6 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിനാൽ ലെങ്ത് 6 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ തിങ് എന്ന വാരിയബിൾ ഒരു സ്ട്രിങ് ആണ്. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി നമ്മൾ സ്ട്രിങ് ആണ് പാസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കിട്ടിയത് 6 എന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് ലെൻ എന്ന ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്ത് നമ്പർ ഔട്ട്പുട്ട് തരുന്നു. അടുത്തതായി ലൂപ്പിംഗ് ത്രൂ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സിലൂടെ എങ്ങനെ ലൂപ്പ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ വൈൽ ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തിങ് ഈക്വൽ ടു സ്ട്രിങ് ഓഫ് ഫ്ലവർ x ഈക്വൽ ടു 0 while x ലെസ് ദാൻ ലെൻ ഓഫ് തിങ് പ്രിൻറ്റ് തിങ് ഓഫ് x, x ഈക്വൽ ടു x പ്ലസ് 1. ഇവിടെ x ആണ് ഇറ്ററേറ്റ് ചെയ്യുന്ന വേരിയബിൾ. ലെൻ ഓഫ് തിങ് എന്നാൽ തിങ് എന്ന വേരിയബിളിലെ ഫ്ലവർ എന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്, അത് 6 ആണെന്ന് നമുക്കറിയാം. സോ x ലെസ് ദാൻ 6 എന്നതാണ് വൈൽ ലൂപ്പിലെ കണ്ടീഷൻ. പ്രിൻറ്റ് തിങ് ഓഫ് x, x എന്നാൽ തിങ് എന്ന വേരിയബിളിലെ സ്ട്രിങ്ങിലെ x എന്ന ഇൻഡെക്സിലെ ക്യാരക്ടർ പിന്നെ x എന്ന നമ്പർ എന്നിവ പ്രിൻറ്റ് ചെയ്യുക എന്നാണ്. x ഈക്വൽ ടു x പ്ലസ് 1 ഇൻക്രിമെൻ്റ് ആണ്. ഈ കോഡ് റൺ ചെയ്താൽ തിങ് ഓഫ് എക്സിൻ്റെയും എക്സിൻ്റെയും വാല്യൂ പ്രിൻ്റായി വരുന്നതാണ്. ഓരോ ഇറ്ററേഷനിലും തിങ് ഓഫ് എക്സ് ഓരോ ക്യാരക്ടറിൻ്റെ വാല്യൂ സ്വീകരിക്കുന്നു. അതുപോലെ എക്സ് എന്ന വേരിയബിൾ 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് സ്വീകരിക്കുന്നു. നമുക്ക് ഈ കോഡ് റൺ ചെയ്യാം. FLOWER എന്നതാണ് തിങ് ഓഫ് എക്സിൻ്റെ ഔട്ട്പുട്ട്. എക്സിൻ്റെ ഔട്ട്പുട്ട് ആകട്ടെ 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സും. ഇവിടെ ഫ്ലവർ എന്ന സ്ട്രിങ്ങിലൂടെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്തപ്പോൾ FLOWER എന്ന ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. 4ാമത്തെ ലൈനിൽ എക്സ് റിമൂവ് ചെയ്താൽ ഔട്ട്പുട്ട് വ്യക്തമായി കാണാം. കോഡ് റൺ ചെയ്യാം. FLOWER എന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അത് ഓരോ ഇറ്ററേഷനിലും ഓരോ ക്യാരക്ടറാണ് ഔട്ട്പുട്ടായി തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, തിങ് ഓഫ് എക്സിന് സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം അത് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് ഫോർ ലൂപ്പിൽ ഇതേ എക്സാമ്പിൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് നോക്കാം. ഫോർ എക്സ് ഇൻ തിങ് പ്രിന്റ് എക്സ്. കോഡ് റൺ ചെയ്യാം. സെയിം ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കോഡ് ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പ് ഇവിടെ കുറച്ചുകൂടെ സിമ്പിളാണ്. ഇവിടെ ലെൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡെക്സും യൂസ് ചെയ്തിട്ടില്ല. ഫോർ ലൂപ്പ് ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇൻ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സ് ഇൻ തിങ് എന്നാൽ തിങ്ങിലെ ഓരോ ഇറ്ററബിളിനും അഥവാ തിങ്ങിലെ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയി ഒരു ഇറ്ററേഷൻ ഉണ്ടാകും. ഓരോ ഇറ്ററേഷനിലും പ്രിൻറ്റ് എക്സ് എന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയി പ്രിൻറ്റ് എക്സ് അഥവാ പ്രിൻറ്റ് ക്യാരക്ടർ എന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നു. അടുത്തതായി കൗണ്ടിങ് ഇൻ എ സ്ട്രിങ്. ഇവിടെ സ്ട്രിങ് ആയി ബനാന എന്ന വേർഡ് നമുക്കെടുക്കാം. ബനാനയിൽ എത്ര എ ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. അതിനായി ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. അതിനു മുമ്പ് കൗണ്ട് എന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. കൗണ്ട് ഈക്വൽ ടു 0. ബനാനയിലെ എ എന്ന ലെറ്ററിൻ്റെ കൗണ്ട് 0 ആണ് ഇനീഷ്യലി. ഫോർ എക്സ് ഇൻ തിങ് if x equal to a, count equal to count plus 1, print count.
ഈ കോഡ് റൺ ചെയ്യാം. കൗണ്ട് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഓരോ ഇറ്ററേഷനിലും എക്സ് ഈക്വൽ ടു എ എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൗണ്ടിൻ്റെ വാല്യൂവിനോട് 1 കൂടുന്നു. ആദ്യത്തെ ഇറ്ററേഷനിൽ എക്സിൻ്റെ വാല്യൂ ബി ആണ്. ബി ഈക്വൽ ടു എ ഫോൾസ് ആണ്. അതിനാൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എക്സിക്യൂട്ട് ആവുന്നില്ല. സെക്കൻഡ് ഇറ്ററേഷനിൽ എ ഈക്വൽ ടു എ ട്രൂ ആണ്. അതിനാൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 കൗണ്ടിൻ്റെ വാല്യൂ 1 ആവുന്നു. അതുപോലെ ഫോർത്ത് ഇറ്ററേഷനിലും അവസാനത്തെ ഇറ്ററേഷനിലും വീണ്ടും കൗണ്ടിൻ്റെ വാല്യൂ കൂടുന്നു. അങ്ങനെ കൗണ്ടിൻ്റെ വാല്യൂ 3 ആവുന്നു. പ്രിൻറ്റ് കൗണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൗണ്ടിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സ്ട്രിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതുപോലുള്ള ടെക് ആൻഡ് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുന്നതിനായി ദ കോഡ് ബി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിലീസ് ആവുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.